ഹലോ പച്ചന്മാരെ, നമ്മൾ റിവ്യൂ ചെയ്യുന്ന മൂടെ പേര് ഫൈറ്റർ എന്നാണ്. മൂടെ പേര് സിദ്ധാർത്ഥ് ആനന്ദാണ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ഹൃതിക് റോഷൻ, ദീപിക പദുക്കോൺ, അതുപോലെ തന്നെ അനിൽ കപൂർ തുടങ്ങിയവരൊക്കെയാണ് പലതരമായിട്ടും ഇമ്പോർട്ടൻ്റ് റോൾ വരുന്നത്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് സ്റ്റോറി അറിയാം, കാരണം ട്രെയിലർ എല്ലാവരും കണ്ടു തന്നെയാണ്. അതിൻ്റെ സ്റ്റോറി എന്ന് പറയുമ്പോൾ എയർഫോഴ്സുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റോറിയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു ഇന്ത്യ ഒരു പാകിസ്ഥാൻ തമ്മിലുള്ള യുദ്ധം എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് എയർഫോഴ്സിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അതൊക്കെയാണ് കഥയുടെ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പലതവണയും എന്താ പറയുക, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിന്ദി ചിത്രം കാണുമ്പോൾ അവർ ഏറ്റവും വലിയ യൂസ് ചെയ്യുന്നത് നമ്മൾ പ്രധാനമാണെങ്കിലും ഈ രാജ്യസ്നേഹം ആ സംഭവമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് കൂടുതലും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത്. വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അവരിതിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ് എനിക്ക് തോന്നുന്നത്. നമുക്കിത് സ്റ്റോറിയിലോട്ട് പരിശോധിക്കുന്ന സ്റ്റോറിയായിട്ട് തുറക്കുമ്പോൾ തന്നെ കാണിക്കുന്നത് പാകിസ്ഥാനെ കാണിച്ചിട്ടുള്ളത്. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യൻ എയർഫോഴ്സ്മെൻറ്റ് അതായത് അറ്റാക്ക് ചെയ്യണമെന്നും പ്ലാൻ ചെയ്യുന്നു. പിന്നീട് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ്മെൻ്റ് അതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എയർഫോഴ്സ് കാണിക്കുമ്പോൾ നമ്മുടെ കഥാനായകൻ ആളവിടെ ഉയർന്നൊരു ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ നായിക അവിടേക്ക് പഠനത്തിന് വേണ്ടി വരുന്നു. ബാക്കിയുള്ള കുറച്ച് സുഹൃത്തുക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവർ പേരറിയില്ല. അപ്പോൾ അവർ സൗഹൃദം മുന്നോട്ട് പോകുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള അവർ ഈ ജെറ്റ് വിമാനം ഓടിക്കുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കൂടുതലായിട്ടും ആകാശത്ത് തന്നെയാണ് സീൻസ് കൂടുതലായിട്ടുള്ളത് തന്നെ. അതൊക്കെ ഡിഫറൻ്റായി പുതിയൊരു അനുഭവം തന്നെയായിരുന്നു കാണാൻ സാധിച്ചത്. ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇമോഷൻസ് ടച്ച് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് തുടക്കം മുതൽ ഒടുക്കം വരെയും ഇമോഷൻസ് ഉള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണോ ആ ഇമോഷൻസ് കാണുന്ന രീതിയിൽ, അത് കാണുന്ന പ്രേക്ഷകന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഡയലോഗ്സ് ആണെങ്കിലും അവർ പ്രകടനം കൊണ്ട് ചെയ്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് പോസിറ്റീവ്പ്പെടുത്താവുന്ന നല്ലൊരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യങ്ങൾ പറയുകയെങ്കിൽ എന്താ പറയുക, ദീപിക പദുക്കോൺ അതുപോലെ തന്നെ ഹൃതിക് റോഷൻ ഓരോത്തിക്കും ഓരോ ഇൻട്രോ ബിജിയും കൊടുത്തിട്ടുണ്ട്. ദീപികയുടെ അച്ഛൻ സിമ്പിളായിട്ട് ക്യൂട്ട്നെസ്സായി കൊടുത്തിരിക്കുന്ന ഹൃതിക് റോഷൻ്റെ കുറച്ചും കൂടി എന്താ പറയുക നല്ല സ്ലോലി എന്താ പറയുക നല്ലൊരു BGMോട് കൂടി തന്നെ അദ്ദേഹത്തിന് ഇൻട്രോ കൊടുത്തിട്ടുള്ളത്. കാരണം എനിക്കൊന്ന് കുറേ കാലത്തിന് ശേഷം അദ്ദേഹത്തിന് കൺബാക്ക് തന്നെയാണ് ഇതിലുള്ളത് പറയുക. കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അഭിനയിക്കുന്ന പറഞ്ഞ ഒരു അവസ്ഥ കണ്ടപ്പോൾ തോന്നി. കാരണം ഇമോഷണലായിട്ട് ഒന്ന് രണ്ട് സീൻസ് ഉണ്ട്. പ്രധാനമായിട്ടും ഇൻ്റർവ്യൂവിൽ തൊട്ട് മുമ്പുള്ള സീന്, ആ ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞിട്ടുള്ള ഒരു സീൻ വരുന്നുണ്ട്. ആ സീനിൽ അദ്ദേഹം ഒരു ഇമോഷൻസിൽ വേറെ വ്യക്തിയുടെ വൈഫിനെ നോക്കുന്നൊരു സീനുണ്ട്. അത് എന്താ പറയുക, പ്രത്യേകിച്ച് നല്ലൊരു കണ്ണുകൾ പറയുന്നുണ്ട്, ഇമോഷൻസ് കണ്ണുകൾ നനയുന്നൊരു ഭാഗം കാണിക്കുന്നുണ്ട്. ഭയങ്കര ഫീലായി ആ ഭാഗമൊക്കെ, ഭയങ്കര എക്സലായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോറിലോട്ട് അങ്ങനെ വരുന്നു, ജെറ്റ് വിമാനം ഓടിക്കുന്നു, അങ്ങനെ പ്ലാൻ ചെയ്യുന്നു. പെട്ടെന്ന് അവരുടെ ഭാഗത്തു നിന്ന് ഒരു അറ്റാക്ക് നടക്കുന്നു. ഇവർ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഇവർ തിരിച്ച് അറ്റാക്ക് നടന്നിട്ട് വീണ്ടും തിരിച്ച് അറ്റാക്ക് നടക്കുന്ന സമയത്താണ് ഒരു സംഭവം സംഭവിക്കുന്നത്, ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്നു. പിന്നീട് നായകനെ വീണ്ടും പ്രൊമോട്ട് ചെയ്യുന്നു, വേറെ സ്ഥലത്തേക്ക് മാറ്റുന്നു. പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ രാജ്യത്തിന് സംരക്ഷിക്കാൻ നമ്മൾ സ്ഥിരം പാറ്റേൺ പോലെ തന്നെ നായകൻ തിരിച്ചു വരുന്നു. പിന്നീട് യുദ്ധം പോരാട്ടമൊക്കെയാണ്. ഇതിൽ ആക്ഷൻസ് കൂടുതലും പറഞ്ഞാൽ ജെറ്റ് വിമാനത്തിലുള്ള അവരുടെ ഇത് ഉപയോഗിച്ചുള്ള ഫൈറ്റും കാര്യങ്ങളും മിസൈലും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതൽ ഫൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അവസാന ഭാഗത്തെത്തുമ്പോഴാണ് നായകനും വില്ലനും നേരിട്ട് കാണുന്ന ഭാഗം തന്നെ കാണിച്ചിട്ടുള്ളത്. വില്ലൻ എന്ന് വെച്ചാൽ ജാതി ഈ സൈക്കോ വില്ലൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേരറിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള സീൻസൊക്കെ അദ്ദേഹം അതിഗംഭീരമായി തന്നെ ചെയ്തിട്ട്, സ്പേസ് വളരെ കുറവാണെങ്കിൽ പോലും എന്താ പറയുക, ഒരു വില്ലൻ എന്ന് പറയുന്നത് എത്ര കൊന്നാലും ചാവാത്തൊരു വില്ലൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള വില്ലൻ തന്നെയാണ് അദ്ദേഹം കാണിച്ചു വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ചെങ്കണ്ണുണ്ട് തോന്നുന്നു, ഒരു കണ്ണിങ്ങനെ ചോന്ന് ഡ്രാക്കുള പോലെ ഒരു കണ്ണിങ്ങനെ ചോന്ന് ഇരിക്കുന്ന കാണാം. അതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഫൈറ്റർ എനിവേ എന്താ പറയുക, തിയേറ്ററിൽ കാണാവുന്ന നല്ല ചിത്രം തന്നെയാണ് ഫൈറ്റർ എന്ന് പറഞ്ഞ മൂവി. ഒരു എന്താ പറയുക, ഒരു പൊരുതി നേടിയ വിജയം അല്ലെങ്കിൽ എന്താ പറയുക ഇടിച്ച് നേടിയ വിജയം നമ്മൾ എന്താണ് നേടാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഫൈറ്റർ എന്ന് കൊടുത്തിട്ടുള്ള എന്താ പറയുക പ്രത്യേകിച്ച് അറിയാം, റിപ്പബ്ലിക്കയുടെ തലേന്നാണ് ഇത്ര റിലീസ് ചെയ്തത്, അതായത് 25-ാം തീയതി. കാരണം ഇങ്ങനത്തെ ഒരു ടൈമിൽ തന്നെ ഇറക്കണമെന്ന് അവർക്കറിയാമായിരുന്നു. നല്ല ടൈമിൽ തന്നെ ഇറക്കി. കാരണം ഈ ടൈമിൽ കാണേണ്ട ഒരു നല്ല ചിത്രം തന്നെയാണ് ഫൈറ്റർ എന്ന് പറഞ്ഞിട്ട് മൂവി. കാരണം വെച്ചാൽ അത് ഈ ഓവറായിട്ടുള്ള ആക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ പോലും കാണുന്ന പ്രേക്ഷകന് എന്താ പറയുക ഫ്രഷ്നസ് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക കണ്ടിരിക്കാൻ പറ്റാവുന്ന നല്ല ചിത്രം തന്നെയാണ്. ഭയങ്കര എൻജോയ്മെൻറ്റാണ്. കാണാവുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഡയലോഗ് ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സീൻ ബൈ സീൻസ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഓക്കേക്ക് വെച്ചിട്ടുള്ളത്. കാരണം അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്. ചെറിയ ബഡ്ജറ്റ് വലിയ ബഡ്ജറ്റെങ്കിൽ പോലും അതിൻ്റേതായ ക്വാളിറ്റി അവർ ഒരുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് സിദ്ധാർത്ഥ ആനന്ദിന് വിജയിക്കാൻ സാധിച്ചു. കാരണം ഇത്രയേറെ പരിധിക്കുള്ളിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്കുള്ളിൽ ഇങ്ങനൊരു സംഭവം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെ ഏറ്റവും മികച്ചൊരു കൈയടി. ആ ഫൈറ്റർ എനിവേ ഓൾവേസ് ഗുഡ് മൂവി തന്നെയാണ്. അപ്പോൾ ഫൈറ്ററിനെ കുറിച്ച് എനിക്ക് ഇത്രയ്ക്ക് പറയാനുള്ളൂ. ആ ഫൈറ്റർ നിങ്ങൾ കണ്ടിട്ടുള്ള വ്യക്തിയാണ്, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാതിരിക്കും. ബൈ ഫ്രണ്ട്സ്.